കാരായിമാരുടെ കുരുക്കു മുറുകിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ PM മനോജ്, CPM-നെ സംബന്ധിച്ച് അതിശക്തമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു തെളിവിൻ്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുക മാത്രമല്ല, കോടതി അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് ഈ കേസിൽ കാരായിമാർക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയല്ലേ? ഇവിടെ കാരായിമാരുടേതല്ല പ്രശ്നം. തീർത്തും ദൗർഭാഗ്യകരമായ ഒരു ഉത്തരവാണ് അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് ഇന്ന് എറണാകുളം കോടതിയിൽ നിന്നുണ്ടായത്, CBI കോടതിയിൽ നിന്ന്. അത് CBI കോടതിയെ കുറ്റപ്പെടുത്തേണ്ടതില്ല, മറിച്ച് നിയമപരമായി തങ്ങളിൽ അർപ്പിതമായ ഉത്തരവാദിത്വം CBI ആണ് ഇവിടെ അന്വേഷണ ഏജൻസി, അത് നിറവേറ്റാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കേസിൽ ഇടയ്ക്ക് പെട്ടെന്ന് കുറേ പുതിയ തെളിവുകൾ വരുന്നു. ആ തെളിവുകൾ വന്നാൽ അത് പരിഗണിക്കേണ്ടതാണോ, പരിശോധിക്കേണ്ടതാണോ, അത് നിയമത്തിന് മുന്നിൽ എത്തേണ്ടതാണോ എന്ന് തീരുമാനിക്കേണ്ടതും അതിൻ്റെ മറ്റ് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതും അന്വേഷിച്ച് അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെട്ട് കോടതിയിൽ ഉന്നയിക്കേണ്ടതും CBI ആണ്. ഇവിടെ CBI തന്നെയാണ് കളിക്കുന്നത്. അതുകൊണ്ട് CBI അതിൻ്റെ രാഷ്ട്രീയ ദൗത്യം അതാണ് ഈ അടുത്ത കാലത്ത്. കാരണം ഈ കേസിൽ, ഫസൽ വധക്കേസിൽ 2-3 പ്രതികളെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കി. ആ 2-3 പ്രതികൾ തങ്ങൾ ഫസലിനെ കണ്ടിട്ടേ ഇല്ല, പരിചയമേ ഇല്ല എന്നാണ് നുണപരിശോധനയിൽ പറഞ്ഞത്. 7-8 പ്രതികളായ കാരായി ചന്ദ്രശേഖരനും കാരായി രാജനും അവർ കോടതിയോട് ആവശ്യപ്പെട്ടു, അവർ CBIയോട് ആവശ്യപ്പെട്ടു തങ്ങളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കൂ എന്ന്. അതിന് നിന്നില്ല. കാരണം അത് നിന്നു കഴിഞ്ഞാൽ CBI ഇതുവരെ കെട്ടിപ്പൊക്കിയ കള്ളം പൊളിയും. അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ CPIM-ൻ്റെ 2 നേതാക്കളെ യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് പറയുന്ന പ്രതികളുണ്ടല്ലോ, ഈ പ്രതികളെല്ലാം ഇപ്പോൾ ജാമ്യത്തിലാണ്, അല്ലെങ്കിൽ അവർക്കൊക്കെ ജാമ്യം കൊടുക്കുന്നതിന് യാതൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. എന്നാൽ ഗൂഢാലോചന കേസിൽ എന്ന് പറഞ്ഞ് മറ്റൊരു തെളിവിൻ്റെ അടിസ്ഥാനമില്ല, ഗൂഢാലോചന കേസിൽ എന്ന് പറഞ്ഞ് ഈ കേസിൽ ഉൾപ്പെടുത്തിയ കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും അവരെ ഇപ്പോഴും അവരുടെ ജീവിതായോധനത്തിന് പോലും അധ്വാനിച്ചിട്ടാണല്ലോ ജീവിക്കുക മനുഷ്യന്മാർ, അങ്ങനെ ജീവിക്കാൻ പോലും വിടാതെ ഇപ്പോഴാണ് കാരായി രാജന് തിരുവനന്തപുരത്ത് ചിന്തയിൽ പ്രൂഫ് റീഡറായിട്ട് ജോലി നോക്കാമെന്ന് കോടതി പറഞ്ഞത്. അപ്പോൾ അതുവരെ അവരെങ്ങനെ ജീവിക്കണമെന്ന് പോലും പറയാതെ പീഡിപ്പിക്കുകയായിരുന്നു. അത് CBIയുടെ ലക്ഷ്യമാണ്, രാഷ്ട്രീയ ലക്ഷ്യമാണ്. നേരത്തെ കോൺഗ്രസ് ആയിരുന്നു, ഇപ്പോൾ BJP ആണ് കേന്ദ്ര ഭരണത്തിൽ. സ്വാഭാവികമായും അവരുടെ രാഷ്ട്രീയ തീരുമാനം നടപ്പാക്കുന്നതിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് CBI നടത്തിയ രാഷ്ട്രീയ കളിയാണ് കോടതിയുടെ ഇന്നത്തെ തീരുമാനത്തിലേക്ക് നയിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അത് കാരായി രാജനായാലും കാരായി ചന്ദ്രശേഖരനായാലും അവർ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനം അത് തുടരുന്നതിനാണ് കാരണമായിട്ടുള്ളത്. ശരി, ശ്രീ K. സുരേന്ദ്രൻ, CBI എന്തുകൊണ്ടാണ് ഗൗരവത്തോടെ ഈ തെളിവ് പരിഗണിക്കാതിരുന്നത്? ഇപ്പോൾ ഈ കേസിൽ കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് CBI പറയുന്നത് ഫസൽ NDF പ്രവർത്തകനായിരുന്നു, ഫസൽ CPM പ്രവർത്തകനായിരുന്നു. NDF-ലേക്ക് മാറിയതിൻ്റെ വിരോധം CPM-നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ കൊലപാതകം. അപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് മാറിയതിൻ്റെ പക രാഷ്ട്രീയ കൊലപാതകം, അങ്ങനെയാണല്ലോ CBI ഇതിനെ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരം പക അവിടെ ഉണ്ടായിരുന്ന 2 വിഭാഗങ്ങളാണ് ഈ NDF-ഉം RSS-ഉം. അതിലെ ഒരു സുബീഷ് എന്ന് പറയുന്നയാൾ ഇപ്പോൾ പല കൊലക്കേസുകളിൽ പ്രതി കൂടിയായിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹമാണ് ഇങ്ങനെ ഒരു കുറ്റസമ്മത മൊഴി നടത്തിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് മുഖവിലയ്ക്ക് പോലും എടുക്കാതിരിക്കുന്നത് CBI? പ്രത്യേകിച്ചും രാഷ്ട്രീയ കൊലപാതകമാണ്, പകപോക്കലാണ് എന്ന് പറഞ്ഞ് കാരായിമാരെ പ്രതിയാക്കി ഉൾപ്പെടുത്തിയ കേസിൽ. വേണു, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സത്യത്തിൽ ഇവിടെ നടന്നത് എന്താണ്? ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ട് അതിൽ സത്യം തെളിയിക്കാൻ കഴിയാതെ വന്നപ്പോൾ കൊല ചെയ്യപ്പെട്ട ആളുടെ വിധവ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് CBI അന്വേഷിച്ച ഒരു കേസാണിത്. ഈ കേസിൽ ഇപ്പോൾ ഗൂഢാലോചനയിൽ പെടുത്തിയ പ്രതികൾ ഒഴിച്ച് ബാക്കി എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തത് കോടിയേരി ബാലകൃഷ്ണൻ്റെ, നേരത്തെ എൻ്റെ സുഹൃത്ത് മനോജ് പറഞ്ഞ രാഷ്ട്രീയം വെച്ച് തന്നെ പറയുകയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തവരാണ്. ഇവിടെ ഒരു തരത്തിലും BJPക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടുമില്ല. അങ്ങനെയുള്ള ഒരു കേസിനെ ഗവൺമെൻറ് കയ്യിൽ വന്നപ്പോൾ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കള്ള തെളിവുണ്ടാക്കി, വ്യാജ CD ഉണ്ടാക്കി, അത് കോടതിയിൽ അവതരിപ്പിച്ച് കേസിൻ്റെ വിധിയെ സ്വാധീനിക്കാൻ CPM-ഉം പോലീസും ചേർന്ന് നടത്തിയ വലിയൊരു ഗൂഢാലോചനയാണ് പൊളിഞ്ഞിരിക്കുന്നത്. സുരേന്ദ്രൻ പറയുകയുണ്ടായല്ലോ, കോടിയേരിയുടെ കാലത്ത്, VS സർക്കാരിന്റെ കാലത്ത്
പോലീസ് കണ്ടെത്തിയതാണ് ഈ കൊടിസുനി അടക്കമുള്ള പ്രതികളെ എന്ന്. പക്ഷേ അന്ന് അവിടുത്തെ ജില്ലാ സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ്. അന്ന് CPM എടുത്തൊരു ശക്തമായ നിലപാടുണ്ട് ഈ വിഷയത്തിൽ, ഇവരല്ല പ്രതികൾ എന്ന് മാത്രമല്ല, ഇവരെ പ്രതിയാക്കിയതിൻ്റെ പേരിൽ അന്ന് DYSP ആയിരുന്ന ഒരു രാധാകൃഷ്ണൻ്റെ കളികളെപ്പറ്റി അന്ന് പൊതുവേദികളിൽ ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ CPMൻ്റെ രാഷ്ട്രീയ നിലപാട് വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പോലീസിനെതിരെയായിരുന്നു അന്ന് CPMൻ്റെ നിലപാട്. വേണു, ആദ്യം ഇത്തരം ചർച്ചകളിൽ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നിങ്ങൾ സമ്മതിക്കണം. നിങ്ങൾക്ക് ഏത് വാദം ഉന്നയിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഏത് കേസിലാണ് CPIM അവരാണ് കൊല നടത്തിയതെന്ന് സമ്മതിച്ചിട്ടുള്ളത്? കേരളം 1.5 വർഷം 2 വർഷം ചർച്ച ചെയ്ത TP ചന്ദ്രശേഖരൻ കേസിൽ അവരുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറഞ്ഞിട്ട് പോലും, കേരളത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് പോലും ആ കൊലപാതകം ഞങ്ങളാണ് നടത്തിയതെന്ന് സമ്മതിക്കാൻ ഇതുവരെ ആ പാർട്ടി തയ്യാറായിട്ടില്ല. കേസിൻ്റെ വിധി വന്നതിന് ശേഷം മാത്രമാണ് 2 പേരെ അവർ പാർട്ടി നടപടിയെടുത്തു എന്ന് വരുത്തി തീർത്തത്. ഇത് എത്ര സംഭവങ്ങളുണ്ട്? ഇതാണോ നമ്മൾ കോടതി ഇത്തരം കാര്യങ്ങളൊന്നുമല്ല പരിശോധിക്കുന്നത്? ഇതിനകത്ത് താങ്കൾ പറയുകയുണ്ടായി അന്നത്തെ പോലീസാണ് ഇത് ചെയ്തത് എന്ന്. ആ കാര്യത്തിലുള്ള CPMന്റെ നിലപാടാണ് ഞാൻ താങ്കളോട് വ്യക്തമാക്കിയത്. ഒരു നിമിഷം ഈ സുബീഷിന്റെ കാര്യത്തിൽ സുബീഷ് അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ആക്ഷേപം എന്താണ്? പോലീസിനെതിരെയാണ്. DYSPമാരായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരായ PP സദാനന്ദനും പ്രിൻസ് എബ്രഹാമും ഇവർ എഴുതി കൊടുത്ത കാര്യമാണ് ഈ വീഡിയോ റെക്കോർഡിങ്ങിൽ സുബീഷ് പറയുന്നത് എന്നാണ് സുബീഷിൻ്റെ ആക്ഷേപം, സുബീഷിൻ്റെ അഭിഭാഷകൻ്റെ ആക്ഷേപം, RSS BJP നേതാക്കന്മാരുടെ ആക്ഷേപം. ഇത്തരമൊരു ആക്ഷേപം തന്നെയാണ് അന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിച്ചത്. വേണു, ഈ ആക്ഷേപം വെറുതെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതല്ല. ഈ ആക്ഷേപം മജിസ്ട്രേറ്റിന് പരാതിയായിട്ട് നൽകിയിട്ടുണ്ട്. കൂത്തുപറമ്പ് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിലും കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് വെറുതെ ഒരു പ്രസ്താവന ഇറക്കിയിട്ട് പോയതല്ല. ഈ ആക്ഷേപം വസ്തുതാപരമാണ്. ഇതിൽ ഒരുപാട് ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു മൊഴി വസ്തുതാപരമായിരുന്നെങ്കിൽ തന്നെ ഇനി എങ്ങനെയാണ് വസ്തുതാപരമായിരുന്നതെന്ന് പറയാൻ കഴിയുക? ജൂൺ മാസം 15-ാം തീയതി മുതൽ, ഞാൻ കൃത്യമായിട്ട് പറയാം, മനോജ് ദേശാഭിമാനിയിലാണല്ലോ, നിങ്ങൾക്കും പരിശോധിക്കാമല്ലോ. 2015 ജൂൺ മാസം 19-ാം തീയതി മുതൽ 23-ാം തീയതി വരെ ദിനേശ് എന്ന് പറയുന്ന ദേശാഭിമാനിയുടെ ലേഖകൻ തുടർച്ചയായിട്ട് ഒരു പരമ്പര തന്നെ ദേശാഭിമാനിയിൽ എഴുതി. ആ പരമ്പരയിലുള്ള കഥയാണിത്. വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു കൊലപാതകം മോഹനൻ കൊലക്കേസിൽ ഇയാളെ ഏതിലാണ് പ്രതി ചേർത്തിരിക്കുന്നത് അറിയോ നിങ്ങൾ? ഇതിൽ പ്രതിയെ സംരക്ഷിക്കാൻ ഒരു ചെറിയ സഹായം ചെയ്തു, ഒരു ജാമ്യം കിട്ടുന്ന വകുപ്പ്, 24 മണിക്കൂറിനുള്ളിൽ ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പ് പ്രതി ചേർത്ത് അയാൾ നോൺ ബെയിലബിൾ കുഞ്ഞനന്തനെതിരെയുള്ള കേസ് എന്താണ്? ഞാൻ ചോദിക്കുന്ന അതല്ല വേണു. ആ കേസിൽ പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് തലകെട്ടിയ കെട്ടിത്തൂക്കി വീഡിയോ ഉണ്ടാക്കിയിട്ട് ആ വീഡിയോ സ്വീകരിക്കുമോ കോടതി? നിങ്ങൾ അങ്ങനെയൊന്നുമല്ല സുബീഷ് മൊഴി നൽകുന്ന വീഡിയോ, പിന്നെ പ്രതികളെ സംരക്ഷിച്ചു എന്ന് പറയുന്നതാണ്. പ്രതികളെ സംരക്ഷിച്ചു എന്ന് പറയുന്നതാണ് താങ്കളുടെ കാഴ്ചപ്പാടിൽ ചെറിയ കുറ്റമെങ്കിൽ ഈ പറയുന്ന P ജയരാജൻ അകത്ത് കിടക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അല്ലല്ല, കുഞ്ഞനന്തൻ ഇപ്പോഴും അകത്ത് കിടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കൊലക്കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. കുഞ്ഞനന്തൻ ചെയ്തതുപോലുള്ള കുറ്റമല്ല സാർ. നിങ്ങളൊന്ന് ആദ്യം വസ്തുതകൾ പരിശോധിക്കണം. സുബീഷിനെതിരെ ഒരു കള്ളക്കേസ് എടുത്ത് ഞാൻ ചോദിച്ചതിന് മറുപടി ആരും പറയുന്നില്ലല്ലോ. 2015 എഴുതിയ ഞാൻ ചോദിക്കുന്ന ചോദ്യം അതല്ല. ഒരു തെളിവ് കിട്ടിയാലല്ലേ, ബ്രേക്കിംഗ് ന്യൂസായിട്ട് നിങ്ങൾ കൊടുത്തു. ഒരു വെളിപ്പെടുത്തൽ കിട്ടിയതിന് ശേഷം നിങ്ങൾ കഥ എഴുതിയാൽ കുഴപ്പമില്ല. നിങ്ങൾ കഥ എഴുതിയതിന് ശേഷമാണ് ഈ വെളിപ്പെടുത്തൽ വന്നത്. ജൂൺ 2015 ദേശാഭിമാനിയിൽ എഴുതിയ കഥ അതേപോലെ നിങ്ങൾ CD-യിലാക്കുകയാണ്. ഇത് ആരെയാണ് നിങ്ങൾ ഏത് പൊതുസമ്മതമല്ലേ ഈ കഥ നിങ്ങൾ എങ്ങനെ LDF പറയുകയും ചെയ്ത കഥയാണ്. അല്ലാണ്ട് അല്ല, CPM പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. CPM പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ അംഗീകരിച്ചില്ലല്ലോ മനോജെ. അല്ലല്ല, നിങ്ങൾ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കൊലപാതകം നടന്ന അല്ല സുരേന്ദ്രൻ, അതുപോലെ CPM-ഉം കൃത്യമായി പറഞ്ഞു. അതിന്റെ പിറ്റേന്ന് അവിടെ സമാധാന യോഗം ചേർന്നു. ആ സമാധാന യോഗത്തിൽ കൊലയാളികളായ RSS-കാരുടെ കൂടെ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അപ്പോഴും കോടിയേരിയുടെ പോലീസാണ് കുറ്റവാളികളെ കണ്ടത്. ഇതിൽ 2 കാര്യം പറയാം. എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിച്ചില്ല? നിർത്തട്ടെ, നിർത്തിയോ? അപ്പൊ ഇനി ഞാൻ പറയാലോ.
അല്ല ഞാൻ ചോദിക്കുന്ന മനോജ് ലളിതമായ ചോദ്യം അല്ല, ഞാൻ ചോദിച്ചത് ലളിതമായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ പറയുന്ന വാദം ശരിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു? അതായത് ഫസലിന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ശരിയായ പ്രതികളെയാണ് പിടിച്ചിരിക്കുന്നത്, ഒരു തരത്തിലും കേസ് വഴിതിരിച്ചു വിടുന്നില്ല, രാഷ്ട്രീയ പ്രേരിതമല്ല, ഗവൺമെന്റ് ഫുൾ പ്രൂഫ് ആയിട്ടാണ് അന്വേഷിച്ചത്. സുരേന്ദ്രൻ തന്നെ അങ്ങ് പറഞ്ഞാൽ മതിയോ? ചോദിക്കും, അതിന് ഉത്തരം പറയട്ടെ, സമയം കിട്ടണ്ടേ? അല്ലെന്ന് ഞാൻ സുരേന്ദ്രൻ തന്നെ ഇങ്ങനെ ഈ കിട്ടുന്ന സർക്കസ് പോലെ എല്ലാം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ആ ചോദ്യം സുരേന്ദ്രൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യം ശരിയാണ്. കുഞ്ഞനന്ദൻ ചെയ്ത പോലുള്ള കുറ്റമല്ല സുബീഷ് ചെയ്തത്. സുബീഷ് എന്ന RSS ക്രിമിനൽ 3 കൊലക്കേസിലാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹം സ്വയം സമ്മതിച്ചിട്ടുള്ളത് ഒരു കൊലക്കേസിൽ നിങ്ങൾ നിസ്സാര കേസായിരിക്കാം, നിസ്സാര കുറ്റമായിരിക്കാം. രണ്ടാമത് കണ്ണവം പവിത്രൻ വധക്കേസ്, മൂന്നാമത് ഫസൽ കേസ്. ഈ 3 കേസിലും താൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി മൊഴി കൊടുത്തിരിക്കുന്നു. അല്ലല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് വേണു ചോദിച്ചത്, അതിന് നിങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞില്ല. അല്ലല്ല, നിങ്ങളോട് വേണു ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. ഇതേ ന്യായമല്ലേ? അല്ലല്ല, വേണു ഇതേ ചോദ്യമാണ് നിങ്ങളോട് ചോദിച്ചത്, അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. ഞാൻ ഉത്തരം പറയാം. ആ ഘട്ടത്തിൽ ഞാനല്ലല്ല, 2 ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പൊതുയോഗത്തിൽ 2 ചോദ്യത്തിന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മറുപടി പറ. നിങ്ങൾ പറയുന്ന ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ നിങ്ങൾ അർണാബ് ഗോസ്വാമിയാവണ്ട. നിങ്ങൾ അർണാബ് ഗോസ്വാമിയാവണ്ട. ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാനുള്ള അവസരം കിട്ടണം. ആർക്ക് ബ്രേക്കില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഗവൺമെന്റ് എന്തുകൊണ്ട് നിങ്ങളുടെ വാദം അംഗീകരിച്ചില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി? മറുപടി പറ. നിമിഷം നിർത്തൂ. ഒന്നാമത്തെ ചോദ്യം അതാണ് വേണോന്ന് ചോദിച്ചത്. നേരത്തെ LDF ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോൾ പോലീസ് കാണിച്ച ആ പോലീസിനെതിരെ CPM എന്തുകൊണ്ട് നിലപാടെടുത്തു? പോലീസിന് കുഴപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ DYSP, ആ DYSPയുടെ അന്വേഷണം കുഴപ്പത്തിലായിരുന്നു. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് CPM-ലെ ചില ആളുകളെ പ്രതി ചേർത്തത്. ആ അന്വേഷണം തെറ്റായിരുന്നു, അതുകൊണ്ടാണ് ആ അന്വേഷണം മാറ്റിയത്. അതിന്റെ ഭാഗമായിട്ടാണ് സത്യവാങ്മൂലം കൊടുത്തത്. ആ രാധാകൃഷ്ണനെയാണ് പിന്നീട് മറ്റു ചില കേസുകളിൽ പിടിച്ച് നാട്ടുകാരെ എടുത്ത് കൊണ്ടുവന്നത്. സുരേന്ദ്രൻ അറിയാലോ. പക്ഷെ സുരേന്ദ്രൻ ചെയ്ത പോലെ അന്വേഷിക്കുന്ന എന്ത് വെഡിത്തമാണ് എഡിറ്റർ അല്ലേ അഫിഡവിറ്റ് കൊടുത്തത്? ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത്? ഞാൻ രണ്ടുപേരോടും സഹകരിക്കണമെന്ന് പറയുകയാണ്. ഞാൻ അടുത്ത ഊഴം നിങ്ങളിലേക്ക് വരുമ്പോൾ തരാം. നിങ്ങൾക്ക് ഉത്തരമില്ല. ഒരു നിമിഷം. നിങ്ങൾ ചെയ്ത പോലെ പോലീസ് ഉദ്യോഗസ്ഥർ, 2 പോലീസ് ഉദ്യോഗസ്ഥർ, അവരാണ് ഇപ്പൊ അന്വേഷിച്ച് മൊഴി കൊടുത്തത്. നിങ്ങൾ റിട്ടയർ ചെയ്ത് ഭീഷണി മുഴക്കുന്ന ഏർപ്പാട് ഇവിടെ ശരി ശ്രീ കെ സുരേന്ദ്രൻ, ഞാൻ ശരി ശ്രീ സുരേന്ദ്രൻ ഒരു നിമിഷം. ശ്രീ ജോസഫ് സി മാത്യു, ഇവിടെ ഇതിൻ്റെ പിൻചരിത്രങ്ങളിലേക്ക് പോവുകയായിരുന്നു ശ്രീ കെ സുരേന്ദ്രനും ശ്രീ PM മനോജും. പക്ഷേ കാതലായ ഒരു വിഷയം, ഈ കോടതി ഇന്ന് പറയുകയാണ് ഇത് പര്യാപ്തമല്ല തുടരന്വേഷണത്തിന് എന്ന് മാത്രമല്ല, ഈ വിഷയം കോടതി മുൻപെടുത്തപ്പോൾ കോടതി അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ CBI ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടാതെ ഈ കോടതിക്ക് ഉത്തരവിടാൻ കഴിയില്ല. ആ ഒറ്റ ഗ്രൗണ്ടിൽ മാത്രം ഇത് തള്ളാൻ CBI കോടതിക്ക് സാധിക്കും എന്ന്. അപ്പോൾ അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടാൽ മാത്രമേ തുടരന്വേഷണം സാധ്യമാവുകയുള്ളൂ. അങ്ങനെ കൈകൾ കെട്ടിയിടപ്പെട്ടിരിക്കുന്നതാണോ വിചാരണ കോടതി? ഞാൻ ഒരൊറ്റ കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ലാവ്ലിൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ്. കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായി CBI വിചാരണ കോടതിയിൽ. CBI എന്താണ് ആ കുറ്റപത്രം വായിച്ചിട്ട് പറഞ്ഞത്? അത് സ്വീകരിച്ചു. പക്ഷേ ഇതിൽ എന്താണ് AK ആന്റണിയുടെ പങ്ക്, എന്താണിതിൽ G കാർത്തികേയൻ്റെ പങ്ക് എന്നത് അന്വേഷിച്ച് പ്രത്യേക റിപ്പോർട്ട് നൽകാൻ പറഞ്ഞു. അത് അനുസരിച്ചുകൊണ്ട് ആ രൂപത്തിൽ CBI തുടർ നടപടികളിലേക്ക് പോയി. അപ്പോൾ അതും ഒരു CBI സ്പെഷ്യൽ കോടതിയാണ് എറണാകുളത്തെ. ആ കോടതിക്കില്ലാത്ത എന്ത്